ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 144 ഭാഗത്തിൽ ചെപ്പ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുൻപായി ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ചെപ്പ്. മലയാള ഇൻഡസ്ട്രിയിൽ ആദ്യമായി ഒരു ഇംഗ്ലീഷ് ഗാനം ഒരു ചലച്ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഈ ചിത്രത്തിലാണ്. ഫ്രീ ആൻഡ് യങ് എന്ന ഗാനം ആലപിച്ചത് പ്രശസ്ത അമേരിക്കൻ ഗായികയായ ബ്രെഡ്ലിയാണ്. 1982 പുറത്തിറങ്ങിയ ക്ലാസ് ഓഫ് 1984 അടിസ്ഥാനമാക്കി ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വൻ വിജയമായി തീർന്ന ചിത്രമായിരുന്നു ഇത്. തിരക്കഥ സംഭാഷണം BR ഗോപാലകൃഷ്ണൻ്റേതാണ്. നിർമ്മാണം തിരുപ്പതി ചെട്ടിയാർ, ഛായാഗ്രഹണ S കുമാറും എഡിറ്റിംഗ് ശങ്കുണ്ണിയും നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് KJ ജോയാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദറും സംഗീതം നൽകിയത് രഘുകുമാറുമാണ്. ആ ഇംഗ്ലീഷ് ഗാനം കൂടാതെ ഇതിലുള്ള ഒരു ഗാനം എന്ന് പറയുന്നത് മാരിവില്ലിൻ ചിറകോടെ ഏകാകിയായി എന്ന ഗാനമാണ്. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും സുജാത മോഹനും ചേർന്നാണ്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: പ്രൊഫസർ രാമചന്ദ്രനായി മോഹൻലാലും, യൂണിയൻ നേതാവായി രവി മേനോനും, നാൻസിയായി ലിസിയും, ആലീസ് തോമസായി രോഷ്നിയും, മാത്യൂസായി പ്രതാപചന്ദ്രനും, പ്രിൻസിപ്പൽ സത്യദാസായി MG സോമനും, ലക്ഷ്മിയായി സുലക്ഷണയും, പ്രൊഫസർ വർക്കിയായി നെടുമുടി വേണുവും അഭിനയിച്ചിരിക്കുന്നു. TKP മെമ്മോറിയൽ കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറായി എത്തുന്ന പ്രൊഫസർ രാമചന്ദ്രന് കോളേജിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ ആരംഭിക്കുന്നതും കഥയുടെ മുന്നോട്ടുള്ള പോക്കും. അവിടെ കുറച്ച് കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാണ്. കോളേജ് സ്റ്റുഡൻസ് തന്നെയാണ് മയക്കുമരുന്ന് കോളേജിൽ എത്തിക്കുന്നതെന്നും രാമചന്ദ്രൻ മനസ്സിലാക്കുന്നു. MP ആയ മാത്യൂസിൻ്റെ മകൻ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലാണ് കോളേജിൽ മയക്കുമരുന്ന് നൽകുന്നതും മയക്കുമരുന്നിന് അടിമകളായി കുട്ടികളെ മാറ്റുന്നതും. ഇവർക്ക് രാഷ്ട്രീയ പിടിപാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ കോളേജ് അധികൃതരും അവർക്കൊപ്പം ആണ് നിൽക്കുന്നത്. അവരുടെ ഈ അഴിമതികളെയെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്നു. രഞ്ജിത്തിൻ്റെ സംഘത്തിന് മർദ്ദനമേറ്റ ആനന്ദിനെ പഠനത്തിൽ നിന്നും, അതായത് അവരുടെ രഞ്ജിത്തിൻ്റെയും സംഘത്തിൻ്റെയും മർദ്ദനമേറ്റ് കോളേജിൽ വരാൻ തന്നെ മടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു ആനന്ദിനെ പഠനത്തിലും അവരിൽ നിന്നും രക്ഷിക്കാനും പഠനത്തിനും വേണ്ടി രാമചന്ദ്രൻ ശ്രമിക്കുന്നു. ഇത് രഞ്ജിത്തിലും കൂട്ടർക്കും രാമചന്ദ്രനോടുള്ള വിദ്വേഷം ഉണ്ടാക്കുന്നു. കോളേജിൻ്റെ ചുമരുകൾ പോലും അശ്ലീലത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എഴുത്തുകളാൽ നിറയപ്പെട്ടിരുന്നു. രാമചന്ദ്രൻ കോളേജിൽ ഈ ചുറ്റുപാടുകളെ മാറ്റിയെടുക്കണം എന്നാഗ്രഹിച്ചു. അതിനുവേണ്ടി രാമചന്ദ്രൻ ശ്രമിക്കുമ്പോൾ രഞ്ജിത്തും സംഘവും രാമചന്ദ്രനെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു ദിവസം രഞ്ജിത്തും സംഘവും കോളേജിൽ വച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാമചന്ദ്രൻ അവരെ പിടികൂടുന്നു. പക്ഷേ രാമചന്ദ്രനെ കണ്ട് മയക്കുമരുന്ന് ഉപേക്ഷിച്ച് അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല എന്ന് വാദിക്കുകയും രാമചന്ദ്രനെതിരെ തിരിയുകയും ചെയ്യുന്നു. ആ സമയത്ത് സംഘത്തിൽപ്പെട്ട ഒരാൾ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ കൊടിമരത്തിന് മുകളിൽ കയറി താഴെ വീണ് മരിക്കുന്നു. മയക്കുമരുന്നിന് അടിമയായിരുന്നു അവൻ എന്നറിയാമായിരുന്ന രാമചന്ദ്രൻ വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിൽ ക്ഷുഭിതരായ രഞ്ജിത്തും കൂട്ടുകാരും രാമചന്ദ്രനാണ് കുറ്റക്കാരൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. പോലീസും കോളേജ് അധികൃതരും എല്ലാം അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അഴിമതി കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ കോളേജും പരിസരവും. ആനന്ദൻ നാൻസിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അവരുടെ വിവാഹം വീട്ടുകാർ തീരുമാനിക്കുകയും ചെയ്തിരുന്ന സമയത്താണ് രാമചന്ദ്രൻ ഈ കോളേജിൽ പ്രൊഫസറായി എത്തുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് അവൻ്റെ സുഹൃത്തായിരുന്ന ആനന്ദ് മരണത്തിന് ദൃക്സാക്ഷിയാണെന്ന് ഉറക്കെ പറയുകയും മരണത്തിന് കാരണക്കാരൻ രഞ്ജിത്താണെന്ന് പറയുകയും ചെയ്യുന്നു. അക്കാരണത്താൽ രഞ്ജിത്ത് കൂട്ടുകാരും അവനെ മർദ്ദിക്കുന്നു. ഇത് കണ്ടുവന്ന രാമചന്ദ്രൻ ആനന്ദിനെ രക്ഷിക്കുന്നു. ഇതിന് പ്രതികാരമായി പ്രൊഫസർ വർക്കിയുടെ ലാബിൽ ഉണ്ടായിരുന്ന ജീവികളെ അവർ കൊല്ലുന്നു. കുഞ്ഞുങ്ങളെ പോലെയാണ് വർക്കി അവരെ സ്നേഹിച്ചിരുന്നത്. വർക്കിയെ ഈ സംഭവം വർക്കിയെ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. ജീവികളെ കൊന്നത് രഞ്ജിത്താണെന്ന് രാമചന്ദ്രൻ വിളിച്ചു പറയുന്നു. എങ്കിലും ആരും
അത് ഗൗരവമായി എടുക്കുന്നില്ല. വർക്കി ഒരു ഘട്ടത്തിൽ രഞ്ജിത്തിനെയും സംഘത്തെയും മർദ്ദിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും വർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. രഞ്ജിത്തിൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും സപ്പോർട്ട് നിൽക്കുകയാണ് അവിടുത്തെ കോളേജ് പ്രിൻസിപ്പളും കോളേജ് അധികൃതരും പോലീസുകാരും ഒക്കെ ചെയ്യുന്നത്. രാമചന്ദ്രൻ മുന്നിൽ നിന്നും ടോയ്ലറ്റിലേക്ക് ഓടിക്കയറിയ രഞ്ജിത്ത് രാമചന്ദ്രൻ തന്നെ ഉപദ്രവിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിനായി തൻ്റെ തല സ്വയം ചുമരിലിടിച്ച് പരിക്കേൽപ്പിക്കുകയും രാമചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായ രാമചന്ദ്രനെ നാൻസി അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ടും പക തീരാത്ത രഞ്ജിത്തും കൂട്ടുകാരും രാമചന്ദ്രനെയും ആനന്ദിൻ്റെ സഹോദരി ലക്ഷ്മിയെയും കുറിച്ച് അപവാദങ്ങൾ പറയുകയും കോളേജ് ചുമരുകളിലും വഴികളിലുമൊക്കെ എഴുതി വയ്ക്കുകയും ചെയ്തു. ആനന്ദിൻ്റെ സഹോദരി മൂകയാണ്. സഹോദരിയുടെ വിവാഹം നടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇത്. ആനന്ദ് നിവൃത്തിയില്ലാതെ രഞ്ജിത്തിനെയും സംഘത്തെയും ആക്രമിക്കുന്നു. അവർ ഉണ്ടാകുന്ന ഏറ്റുമുട്ടലിൽ ആനന്ദിനെ പോലീസ് കസ്റ്റഡിയിലാക്കുന്നു. സഹോദരിക്കായി വീട്ടിൽ വരുന്ന വിവാഹാലോചന വേണ്ട വിധത്തിൽ, അതായത് ആനന്ദിൻ്റെ അഭാവത്തിൽ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മിക്ക് വരുന്ന വിവാഹാലോചന വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന ആനന്ദിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് രാമചന്ദ്രൻ ലക്ഷ്മിയുടെ വീട്ടിലെത്തുന്നു. പക്ഷേ വിവാഹാലോചനയ്ക്കായി വന്നവരും ഈ അപവാദങ്ങളിൽ വിശ്വസിച്ച് വിവാഹം നടക്കാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാമചന്ദ്രൻ ആനന്ദൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും നാൻസിയോട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. നാൻസി വേദനയോടുകൂടിയാണെങ്കിലും സാഹചര്യം മനസ്സിലാക്കുകയും അതിനോട് പൊരുത്തപ്പെട്ട് വിവാഹത്തിന് സമ്മതം നൽകുകയും ചെയ്യുന്നു. എന്നിട്ടും രാമചന്ദ്രനോടുള്ള രഞ്ജിത്തിൻ്റെ കൂട്ടുകാരുടെയും പക അവസാനിക്കുന്നില്ല. അവർ കൂട്ടം ചേർന്ന് രാത്രിയിൽ രാമചന്ദ്രനെ അക്രമമുണ്ടാവുകയും ആ ആക്രമണത്തിൽ രാമചന്ദ്രനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. രാമചന്ദ്രൻ്റെ ശവദാഹം കഴിഞ്ഞ് തിരിയുമ്പോൾ ആനന്ദ് രഞ്ജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് മുൻപുണ്ടായ സിനിമയാണെങ്കിലും ഇന്നും ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. കോളേജ് ക്യാമ്പസിലായാലും പാഠശാലകളിലായാലും ഇന്നും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇത്. മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ ഒരു അതിപ്രസരം ഇന്നും കോളേജുകളിലും, ഇന്നിപ്പോൾ സ്കൂൾ തലങ്ങളിൽ പോലും അതുണ്ട് എന്ന് പരക്കെ പറയപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കാലിക പ്രാധാന്യം ഒരു സിനിമയായി മാറുന്നു ചെപ്പ്. അത് അന്നത്തെ കാലത്ത് മാത്രമല്ല, കാലങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും ഇന്നും അത് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇത്തരം ചിത്രങ്ങളുടെ വിജയവും. അന്നും ഈ ചിത്രത്തിനുള്ള ഉണ്ടായ വിജയത്തിൻ്റെ കാരണവും ഇതുതന്നെയാണ്. മോഹൻലാലിൻ്റെ അതിഗംഭീരമായ അഭിനയവും ചെപ്പ് എന്ന സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ, ചിത്രത്തിൻ്റെ കോപ്പി OTTയിൽ ലഭ്യമാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാനുള്ള അവസരവുമുണ്ട്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.